കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ ആരായുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ ആരായുന്നു. സങ്കീർത്തനങ്ങൾ 14:2, 53:2. അതായത് തൻ്റെ മക്കൾ തന്നെ അന്വേഷിച്ചറിയുന്ന വിവേകികളും ജ്ഞാനികളുമാകണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തെ ശരിയായി അറിയുമ്പോഴാണ് അവിടുത്തെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും ആരാധിച്ചു മഹത്വപ്പെടുത്താനും പ്രഘോഷിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും തിരുസഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സജീവ പാരമ്പര്യത്തിലൂടെയും അറിഞ്ഞ് ആരാധനയിലൂടെ അനുഭവിച്ച് നിരന്തരം ധ്യാനിക്കുകയും സാക്ഷ്യ ജീവിതം നയിക്കുകയും ചെയ്യണം. അങ്ങനെ ധ്യാനമാർഗത്തിലൂടെ അറിവിൽ നിന്ന് ആഴമായ ദൈവസ്നേഹത്തിലേക്കും ജ്ഞാനത്തിലേക്കും വളരാൻ സാധിക്കും. അതായത് ധ്യാന, സ്നേഹ, ജ്ഞാനമാർഗങ്ങളിലൂടെ നാം മുന്നേറണം. ഇവാനിയൻ സ്നേഹമാർഗത്തിൽ ഭക്തിമാർഗവും കർമ്മമാർഗവും ഉൾച്ചേർന്നിരിക്കുന്നു. ധ്യാന, സ്നേഹ, ജ്ഞാനമാർഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ മിത്രങ്ങളും പ്രവാചകരുമായി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ നാം സഹകരിക്കണം. ഇവാനിയൻ മിസ്റ്റിക്കൽ ധ്യാന പാതയിൽ മുന്നേറുന്നതിന് ഈ ധ്യാന പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വചനം ശ്രവിച്ച് കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം മനനം ചെയ്ത് കർത്താവുമായുള്ള സ്നേഹ സല്ലാപത്തിലേക്കും കർത്താവിനെ ശ്രവിക്കുന്ന അനുഭവത്തിലേക്കും അതുവഴി സ്നേഹവീക്ഷണ ധ്യാനത്തിലേക്കും ആത്മീയ ഗാഢചിന്തകളോട് കൂടിയ നിരന്തര ധ്യാനത്തിലേക്കും വളരണം. കർത്താവിനെ ശ്രവിക്കുന്ന അനുഭവത്തെ പ്രിയൻ്റെ മധുരഭാഷണം ശ്രവിക്കൽ എന്നാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. പ്രിയൻ്റെ മധുരഭാഷണം ശ്രവിക്കുമ്പോൾ നമ്മുടെ സംസാരയന്ത്രം നിലച്ചു പോകും. അങ്ങനെ നാം മൗനമായി കർത്താവിൽ മാത്രം ശ്രദ്ധിച്ച് തൃപാദത്തിൽ ഇരുന്നു പോകുമെന്നാണ് മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. ഇപ്രകാരം ഏകാഗ്രമായി ധ്യാനിക്കുമ്പോൾ ദൈവനിവേശിതമായ ഉൾക്കാഴ്ചകളും ലഭിക്കും. അതായത് നേരത്തെ വിചിന്തനത്തിന് വിധേയമാക്കിയവ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന അനുഭവമുണ്ടാകും. വലിയ ആത്മീയ ആനന്ദവും ഹൃദയ സമാധാനവും നൽകുന്ന ഈ അനുഭവം മുതലാണ് യഥാർത്ഥ ധ്യാനം അഥവാ കോണ്ടംപ്ലേഷൻ ആരംഭിക്കുന്നത്. തീക്ഷ്ണമായ ആഗ്രഹത്തോടും ദൈവസ്നേഹത്തോടും കൂടെ നന്ദിപൂർവം വിനയത്തോടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച് നാം മുന്നോട്ട് പോകണം. സർവശക്തൻ നാം ഏവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.